ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന വസ്തുക്കളെല്ലാം തന്നെ പരമസത്യമാണെന്നാണ് എല്ലാവരും ധരിച്ചിരിക്കുന്നത്. പക്ഷേ വാസ്തവത്തിൽ നാം ഒന്ന് ചുഴിഞ്ഞാലോചിച്ചാൽ ഇവയെല്ലാം തന്നെ ഒരു തരം ഭ്രമമാണ് എന്ന് പറയാം. കാരണം പല വസ്തുക്കളും പലതരത്തിൽ ആണെങ്കിലും ഓരോ മനുഷ്യനും ഒരേ വസ്തുവിനെ തന്നെ വ്യത്യസ്തമായ രീതിയിലാണ് വീക്ഷിക്കുന്നത്. അപ്പോൾ അവനവൻ്റെ മനോഭാവത്തിനെ അനുസരിച്ചാണ് ഇവയെല്ലാം. ഈ വസ്തുക്കളെ അറിയുന്ന മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ പ്രവർത്തനക്ഷമം അല്ലെങ്കിൽ പ്രപഞ്ചം എന്ന പ്രതിഭാസമേ ഇല്ല. അബോധാവസ്ഥയിലേക്ക് പോയ ഒരാൾക്ക് ലോകമെവിടെ, വേദന എവിടെ, ശരീരം എവിടെ, എന്തു തന്നെ ചെയ്താലും നമുക്ക് അവയിൽ ഒന്നും തന്നെ അറിയുകയില്ല. അതുപോലെ അനസ്തേഷ്യ തന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്ന ഒരാൾക്ക് കഴുത്ത് മുറിച്ചാലും കാല് മുറിച്ചാലും അതുപോലെ തന്നെ എന്ത് തന്നെ ചെയ്താലും ഒന്നും താൻ അറിയുകയില്ല. എന്നാൽ ആ മരുന്നിൻ്റെ ശക്തി കുറഞ്ഞ് ബോധം വീണ്ടും കിട്ടുമ്പോൾ പരിസരബോധം വരുന്നു. താൻ മുമ്പ് ഓർമ്മിച്ചു വെച്ച വസ്തുക്കളെല്ലാം ഓർമ്മയിലേക്ക് വരുന്നു. അപ്പോഴാണ് പ്രപഞ്ചപ്രതീതി ഉണ്ടാകുന്നത്. അതിനാൽ മഹത്തുക്കളായവർ പറയുന്നു, ചിപ്പിയിൽ മിന്നിത്തിളങ്ങുന്ന വെള്ളി പോലെ അധ്യാസമാണി പ്രപഞ്ചമെല്ലാം. ശബ്ദത്തിൽ മാത്രം പ്രശോഭിക്കും ആകാശ പുഷ്പത്തിൽ സൗരഭമാരറിഞ്ഞു. ചിപ്പിയിൽ മിന്നിത്തിളങ്ങുന്ന വെള്ളി പോൽ. കടലിൽ കാണുന്ന ഒരു തരം ജീവിയാണ് ചിപ്പി, മുത്തുച്ചിപ്പി എന്ന് പറയുന്നു. ചിപ്പിക്കകത്ത് മുത്തും ഉണ്ട്. മുത്ത് എല്ലാത്തിലും ഇല്ല, എല്ലാ ചിപ്പിയിലും മുത്തില്ല. മുത്തുള്ള ചിപ്പുകൾ ധാരാളമുണ്ട്. എന്നാൽ ആ ചിപ്പി വേർപെടുത്തി കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വെള്ളി പോലെ തിളങ്ങും. ആ മുത്തുച്ചിപ്പിയിൽ തിളക്കം കണ്ട് അത് വെള്ളിയാണ് എന്ന് ഭ്രമിക്കുന്നത് പോലെയാണ് ഈ പ്രപഞ്ചത്തിലെ സത്യബുദ്ധി എന്നാണ്. മുത്തുച്ചിപ്പിയിൽ വെള്ളിയുണ്ടെന്ന് ധരിക്കുന്നത് പോലെയാണ് പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളെല്ലാം തന്നെ ഒരു തരം തോന്നൽ മാത്രമാണ്, ഒരു വിഭ്രമമാണ് അത്. അതാണ് ചിപ്പിയിൽ മിന്നിത്തിളങ്ങുന്ന വെള്ളി പോൽ അധ്യാസം. അധ്യാസം എന്നാൽ തെറ്റിദ്ധാരണ, തെറ്റായി ധരിച്ചത്. ഒരു കയറിൻ കഷണത്തിൽ അരണ്ട വെളിച്ചത്തിൽ കണ്ടപ്പോൾ ഒരു പാമ്പാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നു. ആ തെറ്റിദ്ധാരണയ്ക്കാണ് അധ്യാസം എന്ന് പറയുന്നത്. പാമ്പിനെ കാണുന്ന സമയത്ത് കയറിനെ കാണുകയില്ല, കയറിനെ കാണുന്ന സ്ഥാനത്ത് പാമ്പിനെയും കാണില്ല. ഒന്നിനെ മറ്റൊന്നായി കണ്ട് തെറ്റിദ്ധരിക്കുന്നതിനെയാണ് അധ്യാസം എന്ന് പറയുന്നത്. അതാണ് ചിപ്പിയിൽ മിന്നിത്തിളങ്ങുന്ന വെള്ളി പോലെ അധ്യാസമാണി പ്രപഞ്ചമെല്ലാം. ശബ്ദത്തിൽ മാത്രം പ്രശോഭിക്കും ആകാശ പുഷ്പത്തിൽ സൗരഭമാരറിഞ്ഞു. ആകാശകുസുമം അല്ലെങ്കിൽ ആകാശപുഷ്പം എന്ന് നാം പറയുന്നു. എന്നാൽ ആകാശത്തിൽ എങ്ങനെ പുഷ്പമുണ്ടാകുമോ? അത് വെറും ഒരു ശബ്ദം മാത്രമാണ്. ആകാശപുഷ്പം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇല്ലാത്തതാണ്. ആകാശത്തിൽ ഒരു ചെടി ഉണ്ടാവുകയില്ല. ചെടിക്ക് വളരണമെങ്കിൽ മണ്ണ് വേണം. മണ്ണിൽ വിത്തിട്ട് വിത്ത് വളർന്ന് ചെടിയായി ആ ചെടിയിലാണ് പുഷ്പങ്ങൾ ഉണ്ടാകുന്നത്. ആകാശ പുഷ്പം എന്നാൽ അത് വെറും മിഥ്യാധാരണ മാത്രമാണ്. അത് വെറും ശബ്ദം മാത്രമാണ്, സത്യത്തിൽ ഇല്ലാത്തതുമാണത് എന്നാണ്. ആ വേദത്തെ ഭ്രമിക്കുന്നു ഈ പ്രപഞ്ച പ്രതിഭാസങ്ങളെല്ലാം.
അതാണ് ചിപ്പിയിൽ മിന്നിത്തിളങ്ങുന്ന വെള്ളി പോലധ്യാസമാണി പ്രപഞ്ചമെല്ലാം. ശബ്ദത്തിൽ മാത്രം പ്രശോഭിക്കും ആകാശ പുഷ്പത്തിൽ സൗരഭമാരറിഞ്ഞു. ആകാശകുസുമത്തിന്റെ, ആകാശത്തിൽ വളർന്നിരിക്കുന്ന പുഷ്പത്തിന്റെ സുഗന്ധം നുകർന്നവർ ആരെങ്കിലുമുണ്ടോ? കാരണം അങ്ങനെ ഒരു പുഷ്പം ഇല്ല. ഇല്ലാത്ത പുഷ്പത്തിന്റെ സുഗന്ധം ഞാൻ ആസ്വദിച്ചു എന്ന് പറയുന്നത് വെറും തോന്നലല്ലേ? ആകാശകുസുമത്തിന്റെ നിറം വെള്ളയാണ് എന്ന് പറഞ്ഞാൽ അത് വെറും തോന്നൽ, വാക്കുകളുടെ കസർത്ത് മാത്രമാണ്. കാരണം ആകാശപുഷ്പം എന്ന ഒരു പുഷ്പം ഇല്ല വാസ്തവത്തിൽ. ചിപ്പിയിൽ മിന്നിത്തിളങ്ങുന്ന വെള്ളി പോലധ്യാസമാണി പ്രപഞ്ചമെല്ലാം. ശബ്ദത്തിൽ മാത്രം പ്രശോഭിക്കും ആകാശ പുഷ്പത്തിൽ സൗരഭമാരറിഞ്ഞു.